അഫാന്റെ അമ്മയായിട്ടുള്ള ഷെമിയെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. ഇപ്പോൾ അവർക്ക് ബോധം വന്നു, അവരുടെ ആരോഗ്യനിലയൊക്കെ നല്ല തൃപ്തികരമാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും അവരെ ബോധിപ്പിച്ചിട്ടുണ്ട്. ഇതുപോലെ അഫാൻ കൊലപാതകം നടത്തിയ കാര്യം, ഇത്രയും കൂട്ടക്കൊല നടത്തിയ കാര്യം എല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ആ സ്ത്രീ അവരുടെ ആ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. നേരത്തെ അവർ പറഞ്ഞത് കട്ടിലിൽ നിന്ന് തലയടിച്ച് വീണതാണെന്നാണ്, ഇപ്പോഴും അത് തന്നെയാണ് പറയുന്നത്. നേരത്തെ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു, അവർ മനഃപൂർവ്വം മറച്ചു വെക്കുകയാണെന്ന് തന്നെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇളയ കുട്ടി മരിച്ച കാര്യം അല്ലെങ്കിൽ ഇത്രയും കൊലപാതകം നടത്തിയ കാര്യമൊക്കെ അവരൊക്കെ അറിയില്ലായിരിക്കാം, അത് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ സത്യം പറയുമായിരിക്കും എന്ന്. ഇവരിപ്പോൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ട്, എന്നിട്ടും അവർ സത്യം പറഞ്ഞില്ല എന്ന് മാത്രമല്ല, അറ്റ്ലീസ്റ്റ് അവരുടെ ഭർത്താവിൻ്റെ അടുത്തെങ്കിലും സത്യം പറയാലോ, അതും പറഞ്ഞിട്ടില്ല. അവർ ആരുടെ അടുത്തും സത്യം പറഞ്ഞിട്ടില്ല. അഫാൻ വരെ ഇത്രയും കൊലപാതകം ചെയ്തതായിട്ടും അതുപോലെ തന്നെ അമ്മയെ അടിച്ചത് അവനാണെന്നും സമ്മതിച്ചിട്ടുണ്ട്. ഇപ്പം കമന്റ് ബോക്സിൽ കുറേ ആൾക്കാർ പറയുമായിരിക്കും അത് അമ്മ ആയതുകൊണ്ടല്ലേന്ന്. അപ്പോൾ ഒരു കാര്യം കൂടി ആലോചിക്കണ്ടേ, ഇളയ കുട്ടിയുടെ കൂടി അമ്മയല്ലേ, ഒരാളുടെ മാത്രം അമ്മയല്ലല്ലോ, രണ്ടുപേരുടെ പക്ഷത്തുനിന്ന് അങ്ങനെ ചിന്തിക്കണ്ടേ. എത്രയൊക്കെ തെറ്റ് നമ്മുടെ മക്കൾ ചെയ്താലും ഒളിപ്പിച്ച് വെക്കണമെന്ന് ചില പാരൻസ് ഇപ്പോൾ കണ്ടുവരുന്ന ഒരു ശീലമാണ്. അത് ഒളിപ്പിച്ച് വെച്ചേക്കും. ലാസ്റ്റ് ഈ മക്കൾ ചെന്ന് ചാടുന്ന വലിയ വലിയ അപകടങ്ങളിലോട്ട് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല ഇവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും. ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്യുമ്പോൾ അതെല്ലാം ഒളിച്ചു വെച്ച് സപ്പോർട്ട് ചെയ്ത് ഈ അമ്മയാണ് ഇവനെ ഇത്രയും വഴി തെറ്റിച്ചതെന്ന് വേണ്ടി പറയേണ്ടി വരും. നമ്മുടെ മക്കൾ ചെറിയ ചെറിയ തെറ്റാണ് ചെയ്യുന്നതെങ്കിൽ പോലും അവർക്ക് അർഹതയായിട്ടുള്ള ശിക്ഷ എന്താണ്, ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ അതിന് പറ്റുന്ന രീതിയിൽ നമ്മൾ ശിക്ഷിച്ച് തന്നെ വളർത്തണം. അല്ലെങ്കിൽ ഇതുപോലെ അഫാനെ പോലെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത വലിയ വലിയ തെറ്റുകളിലിട്ട് മക്കൾ പോയി വീഴും.